ഹലോ, അപ്പോൾ നമ്മൾ ഒരു കഷ്ണം ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിന്ന് വണ്ണത്തിന്റെ പകുതി പ്ലസ് 2 ഇഞ്ച് എടുത്ത് നമ്മൾ മടക്കിയിടാൻ പോവാണ്. മടക്കിയിട്ടു. ഇനി ആ കഷ്ണം നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത കഷ്ണം നീർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ നിന്ന് മേലോട്ട് മടക്കി കൊടുക്കാം. അപ്പൊ താഴെ ഫോൾഡ് ഭാഗം വരും. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ഇങ്ങനെ മടക്കി കൊടുക്കാം. എന്നിട്ട് ലെങ്ത് അടയാളപ്പെടുത്താം. ലെങ്ത് 5 ഇഞ്ചാണ്. അപ്പോൾ 5 പ്ലസ് അര 5.5 ഇഞ്ച് എടുത്ത് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ഹാഫ് സ്ലീവിനാണ് പറ്റുക കേട്ടോ, അല്ലാതെ ഫുള്ളും 3/4 ഒന്നും പറ്റില്ല. ഇനി വണ്ണം അതായത് 10 ഇഞ്ചാണെങ്കിൽ 5 പ്ലസ് 2 7 ഇഞ്ച് അങ്ങനെയാണ് കേട്ടോ വണ്ണം വരിക. വണ്ണം അടയാളപ്പെടുത്തി. ഇനി മേലെ നിന്ന് താഴോട്ടൊരു 2.5 ഇഞ്ച് അടയാളപ്പെടുത്താം. നമുക്ക് സ്കെയിൽ വെച്ചൊന്ന് വരച്ചു കൊടുക്കാം. അതിന്റെ സെന്റർ എടുത്തു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി നമുക്ക് ഷേപ്പ് വരച്ചു കൊടുക്കാം കേട്ടോ. ഷേപ്പ് വരച്ചു കൊടുത്തു. താഴെ ഒരു 1/2 ഇഞ്ചിക്ക് ഷേപ്പ് ആക്കി കൊടുക്കാം. താഴത്തെ വീതിയും മേലത്തെ വീതിയും കറക്റ്റ് ആണ് കേട്ടോ. ഹാഫ് സ്ലീവ് ആയതുകൊണ്ട് വണ്ണം വലിയ വ്യത്യാസം വരില്ല. നമ്മൾ ഷേപ്പിൽ കൂടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സെന്ററിലൊന്ന് കട്ട് മാർക്ക് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നീർത്തിയിട്ടാ ഇങ്ങനെയാണ് വരിക, മടക്കിയിടുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഇനി ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് കുട്ടികൾക്കൊക്കെ ഫ്രോക്കിനൊക്കെ നല്ല ഭംഗിയായിരിക്കും. വലിയവർക്കും ഹാഫ് സ്ലീവ് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് താഴെ മടക്കി അടിക്കൊന്നും വേണ്ട. ഇത്തിരി ഇങ്ങനെ നല്ല ഭംഗിയിൽ ഇങ്ങനെ കുറച്ചിങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പാണ്. അപ്പൊ നമുക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ.